ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. സമരിയ. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ നിരന്തരമായി ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാകട്ടെ പലതവണ ജെറുസലേമിൽ പോയി വരുന്നു. അങ്ങനെ ഒരു തവണയാണ് സമരിയയിലൂടെ കടന്നു പോകുന്നതും സമരിയക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷിക്കുന്നതും. പലസ്തീനായെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ താഴെ ജൂദയ, നടുക്ക് സമരിയ, മുകളിൽ ഗലീലി. ഗിൽബോവ മലനിരകൾ ചെന്ന് നിൽക്കുന്ന ജിസ്രയേൽ താഴ്വരയാണ് മുകളിലെ അതിർത്തി. തെക്ക് ഭാഗത്ത് ജെറീക്കോ വരെ നീളുന്നു. പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലും കിഴക്ക് ജോർദാൻ നദിയും. ജെറോബോവാമിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ രണ്ടായി തിരിഞ്ഞപ്പോഴാണ് സമരിയ തലസ്ഥാനമായിട്ട് വരുന്നത്. ഷെക്കേമായിരുന്നു ആദ്യത്തെ തലസ്ഥാനം. ഓമ്രിയാണ് സമരിയ വാങ്ങുന്നതും അവിടെ തലസ്ഥാന നഗരം പണിയുന്നതും. കാവൽ മല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജോസഫിൻ്റെ മക്കൾ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഭൂമി. ജോസഫ് മരിക്കുമ്പോൾ തൻ്റെ ഭൗതികാവശിഷ്ടം ഇവിടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും മോശ അത് കൊണ്ടുവന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവിടെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. അബ്രാഹം താമസിക്കുന്നതും യാക്കോബ് താമസിക്കുന്നതും ഏബൽ മലയുടെയും ഗെരിസീം മലയുടെയും നടുക്കിലുള്ള താഴ്വാരത്തിലുള്ള ഷെക്കേം നഗരത്തിലാണ്. ഈ ഏബലിലും ഗെരിസീമിലുമാണ് അനുഗ്രഹവും ശാപവും വയ്ക്കുന്നത്. ഷെക്കേമിൽ യാക്കോബ് താമസിക്കുമ്പോഴാണ് തൻ്റെ ആടുകൾക്ക് വെള്ളം നൽകാനായിട്ട് കിണർ കുഴിക്കുന്നത്. ഈ കിണർ പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഈ കിണറ്റിൻകരയിലാണ് സംഭാഷണം നടക്കുക. 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നു. തകർക്കപ്പെട്ട ദേവാലയം വീണ്ടും ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടിരുന്നു. പിന്നീട് 1800-കളിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സുകാർ ഈ സ്ഥലം വാങ്ങുന്നതും ഇവിടെ ദേവാലയം പുനരുദ്ധരിക്കുന്നതും. ഇതിൻ്റെ അടിപ്പള്ളിയുടെ അടിയിൽ ഈ കിണർ ഭദ്രമായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഗെരിസീം മലമുകളിൽ സമരിയക്കാർ ദേവാലയം പണിതത് 722 അസീറിയൻ വിപ്രവാസത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജനതകളുമായിട്ട് ഇവർ കൂടിച്ചേർന്നതിനാൽ സങ്കര ഇനം എന്നുള്ള രീതിയിൽ അയിത്തക്കാരായി ഇവരെ മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് അവർ ഗെരിസീം മലയിൽ ദേവാലയം പണിത് അവിടെ യഥാർത്ഥ ആരാധന അവിടെയാണെന്നും പറഞ്ഞ് അവരുടെ ആരാധന തുടങ്ങിയിരുന്നു. ജോൺ ഹിർക്കാനുസ് ആണ് ഈ ദേവാലയം തകർക്കുന്നത്. ഇവർ അഹറോൻ്റെ പുത്രനായിട്ടുള്ള ഫിനഹാസിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിക്കുക. മോശയെ മാത്രമേ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. പഞ്ചഗന്ധി മാത്രമാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം. അന്ത്യവിധിയെയും മിശിഹായെയും പ്രതീക്ഷിച്ചിരുന്നവരാണിവർ. ഇവരുടെ ഇടയിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്, സമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത്. സമരിയക്കാരെ അയിത്തക്കാരായിട്ട് പുറന്തള്ളിയിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നവനാണ് ഈശോ. സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിക്കാതിരുന്ന യഹൂദ സമൂഹത്തിൽ സ്ത്രീകളോട് സംസാരിക്കുകയും അവരെ തൻ്റെ സഹചരായും സാക്ഷികളായും കൂടെ കൂട്ടുകയും ചെയ്തവനാണ് കർത്താവ്. സ്ഥലകാല സാഹചര്യങ്ങൾക്കപ്പുറം, പാരമ്പര്യങ്ങൾക്കും ആചാരമനുഷ്ഠാനങ്ങൾക്കും അപ്പുറമുള്ള ഒരു ആരാധന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരാകാൻ നമ്മെ ക്ഷണിക്കുന്നിടമാണ് സമരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.